പറയുമ്പോൾ നമ്മൾ പേര് പറഞ്ഞ് വിളിക്കുമ്പോഴും ഇതൊരു തുറന്ന മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ മദ്യാസക്തരല്ലാത്ത കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്തിനാണ് എന്ന് ചോദിച്ചാല് മദ്യപാന ആസക്തി ഒരു രോഗമാണ്. മദ്യപാന ആസക്തിയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ഒരു ജീവിതം ജീവിക്കുന്നതിന് ഉതകുന്ന ഒരു ജീവിത രീതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഈ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ മദ്യാസക്തരല്ലാത്ത ആളുകളെയും കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും പുറത്തുള്ള ആളുകളെയും വിളിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഓപ്പൺ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്ന് അന്നത്തെ മീറ്റിംഗ് ആണ്. അത്തരം ഒരു മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇങ്ങനെ ഒരു അംഗവും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരല്ലിനോട് അംഗവും സംസാരിക്കുന്നു. അതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രത്യേകത. അപ്പം മദ്യപാന ആസക്തി തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു മദ്യാസക്തനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കുടിക്കുന്നവരെ കുറിച്ച് അങ്ങനെ പറയാറില്ല ആരും. കുടിയൻ അല്ലെങ്കിൽ മദ്യാസക്തൻ ഈ വാക്കുകൾ വല്ലപ്പോഴും ചില മദ്യം കഴിക്കുന്ന ആളുകളെ കുറിച്ച് സമൂഹം പറയാറില്ല. അനിയന്ത്രിതമായി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പ്രത്യേക രീതിയിൽ കുടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപാന ആസക്തര്, മദ്യത്തിനോട് ആസക്തിയുള്ളവര്, അവരെ കുറിച്ചിട്ടാണ് ഈ പ്രയോഗങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനെ ഒരു രോഗമായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കാണുന്നത്, ലോകാരോഗ്യ സംഘടനയും കാണുന്നത്. വലിയ വില കൊടുത്ത് നമ്മളൊക്കെ സ്വയം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് മദ്യപാന ആസക്തി ഒരു രോഗമാണ് എന്ന്. അപ്പൊ ഇതങ്ങ് വെറുതെ അങ്ങ് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇത് അത്ര ഒരു ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നൂല. കാരണം ഞാൻ തന്നെ പണം കൊടുത്ത് ഞാൻ തന്നെ പൈസ മുൻകൂറായിട്ട് കൊടുക്കണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കൊടുത്താൽ മതി. പണം കൊടുത്ത് ഞാൻ തന്നെ വാങ്ങി, ഞാൻ തന്നെ കുപ്പി പൊട്ടിച്ച്, ഞാൻ തന്നെ ഗ്ലാസ്സിലൊഴിച്ച് ഞാൻ തന്നെ കുടിച്ചിട്ട് ഞാൻ തന്നെ പറയുന്നു ഇതൊരു സൂക്കേടാണെന്ന്, ഇതൊരു രോഗമാണെന്ന്. അതിനകത്ത് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. അത് ശരിയാണ്. കാരണം എത്രയോ കാലം വർഷങ്ങളോളം കുടിച്ചപ്പോഴും അത് രോഗമാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അത് മനസ്സിലാക്കുവാനായി എയിൽ വന്നതിന് ശേഷമാണ് അത് ബോധ്യം വന്നത്. എന്നാണ് ഞാനൊരു 16 വയസ്സുള്ളപ്പോൾ ഞാനൊരു 2 ounce നടക്കാരായി കുടിച്ചു. അപ്പൊ അതെന്തിനാ കുടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദാഹിച്ചിട്ട് കുടിച്ചു വന്നതല്ല, ആരും എന്റെ വായിൽ ഒഴിച്ചു വന്നതല്ല, അല്ല നിർബന്ധിച്ചിട്ടും കുടിച്ചു വന്നതല്ല. അതൊരു ജോലി സ്ഥലത്ത് ജോലിക്കാരൊക്കെ കുടിക്കുന്ന കണ്ടു. എന്നോട് അവര് ക്ഷീണം മാറ്റാനാന്ന് പറഞ്ഞു. എന്നോട് വേണമെന്ന് വെച്ച് ഞാൻ 2 ounce കുടിച്ചു. എന്നാലും എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ അക്കാലത്ത് കുടിക്കുന്ന പാനീയങ്ങൾ നമ്മൾ കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, മോരും വെള്ളം, സോഡ, ഇത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ. ഇതൊരു തരം മണ്ണെണ്ണയുടെ ചുവയോ ഒരു തരം വിനാഗിരി പോലെയോ കുടിച്ചിറക്കാനൊക്കെ ബുദ്ധിമുട്ട്. കുറച്ച് ഞാൻ തുപ്പിക്കളയുകയും ചെയ്തു ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത കാരണം. ഈ ലോകത്തിൽ ഒരാളും ഒരു ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും അത് കുടിക്കാറില്ല, കൊച്ചു കുട്ടികൾ പോലും. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം, എൻ്റെ ആദ്യത്തെ കുടിയെ തുടർന്ന് വന്നു. എനിക്കത് വീണ്ടും കുടിക്കണമെന്ന് തോന്നി. എനിക്ക് വീണ്ടും കുടിക്കണമെന്ന് തോന്നിയെന്ന് മാത്രമല്ല, വീണ്ടും കുടിക്കുന്നതിൽ നിന്ന് തടയാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് 16 വയസ്സ് പ്രായമുണ്ട്. ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്, ലോകപരിചയമുണ്ട്, ബുദ്ധിമാന്യമുള്ള ആളൊന്നുമല്ല. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് ജയിച്ച ആളാണ് ഞാൻ ആ വർഷം. എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം. എൻ്റെ അപ്പൻ കുടിക്കുന്ന ഒരാളാണ്. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ അറിവുകളോ അല്ലെങ്കിൽ മതപരമായ കാഴ്ചപ്പാടുകളോ സാമൂഹിക ബോധമോ കുടുംബത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമോ സ്നേഹമോ ഒന്നും വീണ്ടും കുടിക്കുന്നതിൽ നിന്ന് തടയാൻ പര്യാപ്തമായിരുന്നില്ല. അപ്പൊ ആദ്യത്തെ കുടി പോട്ടെ, പക്ഷെ രണ്ടാമത് കുടിച്ചത് അത് വെറുതെ കുടിച്ചതല്ല, ഞാൻ ആലോചിച്ചിട്ട് തന്നെ കുടിച്ചതാണ്. കാരണം വീണ്ടും കുടിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം ആദ്യത്തെ കുടി തന്നെ വീണ്ടും കുടിക്കാൻ പാകത്തിലുള്ള ഒരു അനുഭൂതി എൻ്റെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലച്ചോറാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അപ്പം അതെനിക്ക് ഞാനൊരു ആസക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും കുടിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ ഞാൻ ന്യായങ്ങൾ കണ്ടുപിടിച്ചു. സ്വാഭാവികമായിട്ടും എൻ്റെ അപ്പന് വിവരമില്ലാത്തതുകൊണ്ടാണ് അപ്പം കുടിച്ചത്. എൻ്റെ ഇളയച്ചന്മാരൊക്കെ കുടിച്ച് വഴക്കുണ്ടാക്കുന്നവരാണ്, അവരൊക്കെ തെമ്മാടികളാണ്. സമൂഹത്തിൽ കുടിച്ച് വഴി കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊന്നും വിവരമില്ലാത്ത ആളുകളാണ്, ബുദ്ധി കുറവുള്ളവരായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ലല്ലോ. ഞാൻ ഒരിക്കലും ഒരു മദ്യാസക്തനാകാൻ പോകുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുടിക്കും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുടിക്കണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ കുടിക്കുകയില്ല. ഇത്തരത്തിലുള്ള ചിന്തകളാണ് അന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ
സ്ഥിരമായ ഒരു ജോലി എനിക്ക് കിട്ടി. ആദ്യത്തെ 10 വർഷം എന്ന് പറയുന്നത് അങ്ങ് കുഴപ്പമില്ലാതെ കടന്നുപോയി. സ്ഥിരമായ ഒരു ജോലി എനിക്ക് കിട്ടി, സ്ഥിരമായ വരുമാനം വന്നു. ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്ന ഒരാളായി മാറി. ഒരു 30 വയസ്സായപ്പോൾ അമ്മ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇതിലും ഭേദം നിന്റെ തന്തയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹമായിരുന്നു ഇതിലും ഭേദമെന്ന്. 33-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. ഒരു പരിധി വരെ ഒരു കുഴപ്പങ്ങളില്ലാതെ, ഒത്തിരി തടസ്സങ്ങളില്ലാതെ കൂടി നടന്നുകൊണ്ടിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിച്ചതോടുകൂടി പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ കുടി നിർത്തിയത് ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ കല്യാണം കഴിക്കാത്തവർ വിചാരിക്കും ഈ കല്യാണം കഴിക്കാത്തവർക്ക് കുടി നിർത്താൻ പറ്റിയാലോ എന്ന് സംശയം വരും. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഞാനിങ്ങനെ ലാഭത്തോടെ നടന്നപ്പം ഇങ്ങനെ തലപുകഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു, മദ്യപാന ആസക്തി ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ മനസ്സിലാക്കി ആലോചിച്ച് തീരുമാനിച്ച് കുടി നിർത്താൻ വേണ്ടി തീരുമാനിച്ച് ഒരു ചികിത്സാലയത്തിൽ പോയ ഒരാളല്ല ഞാൻ. ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ ഒത്തിരി ആളുകളുടെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ആദ്യത്തെ ആള് ഭാര്യയാണ് തീർച്ചയായിട്ടും. അതുപോലെ എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ മേലുദ്യോഗസ്ഥൻ, എൻ്റെ സഹോദരന്മാര്, സമൂഹത്തിലെ എൻ്റെ സുഹൃത്തുക്കള്, അതുപോലെ എന്നെ ചികിത്സിച്ച ഡോക്ടർമാര്, നഴ്സുമാര്, ഇവരുടെയൊക്കെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്കാലവും അവരോടൊക്കെ നന്ദിയുള്ളവനായിരിക്കണം. അപ്പം ഈ മദ്യപാന ആസക്തി എന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. അപ്പൊ അത് എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് സംഭവിച്ചത്? അപ്പൊ ഞാന് ആദ്യമേ തന്നെ പറഞ്ഞു, വീണ്ടും കുടിക്കുന്നത് തടയാൻ ഒരിക്കലും ഞാൻ പ്രാപ്തനായിരുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു രോഗമാണ് എന്ന് പറയുന്നത്. ഒരു അനിയന്ത്രിതാവസ്ഥ എന്ന് പറയുന്നത്, ഏതൊരു അനിയന്ത്രിതാവസ്ഥയും ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് രോഗാവസ്ഥ തന്നെയാണ്. നമുക്ക് യാതൊന്നിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലയോ, തീർച്ചയായിട്ടും അതൊരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞു 1 കൊല്ലം, വിവാഹത്തിന് ശേഷം 1 വർഷത്തേക്ക് ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് കുടി നിർത്താനൊന്നും പറഞ്ഞില്ല. ഞാൻ നേരത്തെ വെച്ചിട്ട് കുടിക്കുന്ന ആളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ 8 ദിവസമേ ഞാൻ കുടിക്കാതിരുന്നുള്ളൂ. അത് 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു, ഞാൻ പോയി കുടിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചാൽ കുടി നിർത്തണമെന്നൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ചായിരുന്നു. കാരണം കുടുംബജീവിതത്തിന് ചേർന്നതല്ല മദ്യപാനം എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് കാറ്റിൽ പറത്തി. തന്നെയല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇച്ചിരി കുടിക്കുന്ന ആളാന്ന് അറിയാമല്ലോ, അത് നേരത്തെ അറിഞ്ഞുകൊണ്ടാണല്ലോ കല്യാണമൊക്കെ കഴിച്ചത്. പെട്ടെന്ന് അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയാല്ലേ, നീ പെമ്പർന്നത്തെ പേടിച്ചിട്ട് ഭാര്യനെ പേടിച്ച് കുടി നിർത്തി എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര മോശമല്ല. അപ്പൊ ടീച്ചർ അത് ശരിയാ, അങ്ങനെ കുടി നിർത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്, അത് കാരണം പെട്ടെന്ന് നിർത്തണ്ടാന്ന്. ഇതൊരു തരം പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എവിടെ നിൽക്കുമോ? അപ്പൊ അങ്ങനെ 1 വർഷം അങ്ങ് കടന്നുപോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് കുടി നിർത്താൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും കുടി നിർത്താൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഭരിക്കാൻ പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്, എനിക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കുടി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചു പോയൊരു കാര്യമാണ്. എത്ര വർഷമായി ഞാൻ കുടിക്കുന്നത്, എനിക്കത് നിർത്താൻ പറ്റിയല്ല. പക്ഷെ അതിനിടയിൽ ഒരു പ്രശ്നവും കൂടി അതിനിടയിൽ പൊന്തി വന്നു. അതിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. അപ്പൊ 1 വർഷം 2 വർഷം കഴിഞ്ഞു, ഒരു 3 വർഷം കഴിഞ്ഞു, കുട്ടികളില്ല. അപ്പൊ പെട്ടെന്ന് ആരോപണം ഉയർന്നു, കള്ളു കുടിക്കുന്നതുകൊണ്ടാണ് കുട്ടികളുണ്ടാകാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, കള്ളു കുടിക്കുന്നതുകൊണ്ട് കുട്ടികളില്ലാത്ത ഞാനിങ്ങനെ ഉണ്ടാകുന്ന, എന്റെ അപ്പനെ പോലത്തെ കൂടിയെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ 8 മക്കളാണ്. അപ്പൊ അതൊന്നും ഒരു ന്യായമല്ല. ഒരു ഡോക്ടറും പറഞ്ഞില്ല കള്ളു കുടിച്ച പിള്ളേരുണ്ടാകരുത്. പക്ഷെ അതില് കാര്യം ഉണ്ട് എന്നോ ഇല്ലെങ്കിലോ കുടിക്കാതിരുന്ന് നോക്കണ്ടേ കുട്ടികൾ ഉണ്ടാകുമോ എന്ന്. അതൊരു പ്രശ്നമാണ്, അതൊരു ധാർമ്മിക പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്താണെങ്കിലും ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം കുടി കൂടുതലായിട്ട് വന്നു. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഒരിക്കലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടി കുറയില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ലേശമെങ്കിലും നിയന്ത്രിക്കുന്നത്. കല്യാണം കഴിഞ്ഞ പിന്നെ ആരെയും പേടിക്കാനിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പം ധൈര്യമായില്ലേ. അപ്പം സ്വാഭാവികമായിട്ടും കുടി ഒരിക്കലും അതുകൊണ്ട് കുറയുന്നത് ഒരിക്കലും ഒരാളും സ്വപ്നം പോലും കാണണ്ട. കാരണം മിക്കവരുടെ എന്റെയൊക്കെ അനുഭവത്തിൽ വിവാഹത്തിന് ശേഷം മദ്യപാനത്തിന് പാറ്റേൺ മാറുവാണ് ചെയ്യുന്നത്.
അത് കൂടുതൽ വഷളായ അവസ്ഥയിലേക്കാണ് മാറുന്നത്. അപ്പൊ എന്താണെങ്കിലും പിന്നെ കുടി നിർത്തുവാനുള്ള ചില ശ്രമങ്ങൾ ഞാൻ നടത്തി. ശ്രമം നടത്തിയെന്ന് ഞാൻ ആദ്യം ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശനിയാഴ്ചയും ഞായറാഴ്ചയും കുടിക്കുക, 5 ദിവസം. ഈ എന്നും നിങ്ങൾ കുടിക്കുന്നു എന്നുള്ളൊരു പരാതി ഒഴിവാക്കാൻ വേണ്ടി ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം കുടിക്കാം, ബാക്കി 5 ദിവസം കുടിക്കാതിരിക്കാന്ന് വിചാരിച്ചു ഞാനൊരു 5 ദിവസം കുടിക്കാതിരുന്നു. എന്നിട്ട് ശനിയും ഞായറും കുടിച്ചു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതിനേക്കാൾ നല്ലത് പിന്നെ ഈ 5 ദിവസം കുടിക്കാതിരിക്കുന്നതിന് പകരം 5 ദിവസം കുടിക്കുക, എന്നിട്ട് 2 ദിവസം കുടിക്കാതിരിക്കുക. എന്നാ പരിപാടി നടത്തി കഴിഞ്ഞാൽ ഇത് അവസാനം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഇവ 2 ദിവസം കുടിക്കാതിരുന്നിട്ട് എന്താ കാര്യം, ഇതിപ്പോ എന്നും അങ്ങ് കുടിയോ, ഇതല്ലേ നല്ലത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അങ്ങ് ക്രമത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. ഇടയ്ക്കൊരു ദിവസം കുടിക്കാതിരിക്കുന്നു, പിന്നെ കുടി തുടങ്ങുന്നു, അതൊന്നും വേണ്ടാന്ന് പിന്നെയും ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്കൂള് അടയ്ക്കും. ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയമായപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ധ്യാനത്തിന് പോകണം, എനിക്കൊരു ധ്യാനത്തിന് പോകണം. ഞാൻ പറഞ്ഞു പോക്കോ, ഞാനൊരു മതവിശ്വാസിയല്ല, ഞാൻ പള്ളിയിലും പോകുന്ന ആളല്ല, എനിക്ക് അതിലോട്ടൊരു വിശ്വാസമില്ല. ക്രിസ്തുവിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്, കാരണം നല്ലൊരു മനുഷ്യനാണെന്നുള്ള ഒരു തോന്നലുണ്ട്. അയാൾ പിന്നെ അയാളുടെ ചിന്താഗതികളും അതുപോലെ ജീവിത രീതികളും ഉപദേശങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, അതുപോലെ തന്നെ മുടിയനായ പുത്രന്റെ കഥ എന്നൊക്കെ പറഞ്ഞ നല്ല കഥകളാണ്. അപ്പൊ അത് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ മതം ഒരു 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 മതപരമായ ഒരു കാഴ്ചപ്പാടോ അനുഷ്ഠാനങ്ങളിലോ ഒന്നും എനിക്കൊരു താല്പര്യമില്ല. അപ്പം പൊക്കോ, എനിക്ക് വരാൻ പറ്റിയല്ലാന്ന്. അല്ല അത് പറ്റിയല്ല, നിങ്ങൾ വരണം. അപ്പൊ ഞാൻ ഇടയ്ക്കെന്ന് ചോദിച്ചു, കുടി നിർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണോ എന്ന് ചോദിച്ചു. അതൊന്നും അല്ല, കുടി നിർത്താൻ എനിക്ക് തന്നെ പോകാൻ പറ്റിയല്ല, അതായത് നിങ്ങളൊന്ന് വന്നാൽ മതി. എന്താണെങ്കിലും ഞാൻ പുറകെ പോയി. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ചെന്നാൽ അവിടെ 8 ദിവസത്തേക്ക് അവിടെ താമസിക്കണം. മാത്രമല്ല ഈ 8 ദിവസം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയല്ല. പിന്നെ ബീഡി വലിക്കാനോ സിഗരറ്റ് വലിക്കാനോ കള്ളു കുടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം അവിടെ ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായി, അതുപോലെ തന്നെ നന്നായിട്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആധുനിക ലോകത്തിൽ 35 വയസ്സാകുമ്പോഴത്തേനും മനുഷ്യന്റെ വിശപ്പും ഉറക്കവും ഒക്കെ കുറയുമെന്നായിരുന്നു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വിശപ്പില്ലാത്തതും എനിക്ക് ഉറക്കമില്ലാത്തതെന്നൊക്കെയാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. 2 ദിവസം കുടിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഉറങ്ങാൻ തുടങ്ങി. 1.5 പ്ലേറ്റ് ചോറ് കഴിക്കാൻ തുടങ്ങി. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ജോലി സ്ഥലത്തേക്ക് വന്നു. അപ്പൊ ജോലി സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. അതായത് കുടിക്കാതെ ഇരുന്നപ്പം വിശപ്പുണ്ടായി, കുടിക്കാതിരുന്നപ്പോൾ ഉറക്കം ഉണ്ടായി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. ഇത് മാത്രവുമല്ല, എൻ്റെ കയ്യിൽ പണം മിച്ചം വന്നു. ഒരു ദിവസം കുടിക്കാതിരിക്കുമ്പം ആ ഒരു പൈസ എൻ്റെ അടുത്ത് മിച്ചം വന്നു. കാരണം എനിക്ക് കടമൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ കയ്യിൽ മിച്ചം പണമില്ല. അതെനിക്കൊരു വല്ലാത്തൊരു വിഷമം എനിക്ക് ഉണ്ടാകുന്നത്. കാരണം ഈ ചെക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ബാങ്കിലൊന്നും എനിക്ക് അക്കൗണ്ട് ഒന്നുമില്ല. അപ്പൊ അതൊക്കെ എന്നെ പോലെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അവരിങ്ങനെ പൈസ കൊടുക്കുന്നതിനോ ചെക്കൊക്കെ എഴുതി കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നിയിട്ടുണ്ട്, വല്ലാത്തൊരു വിഷമം. അപ്പൊ അങ്ങനെ കുറച്ച് പണം മിച്ചം വരും. ഇത് മാത്രമല്ല, ഈ ഞങ്ങൾ ഒരു സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അപ്പൊ രാവിലെ എന്നോട് ചോദിക്കും കുടി നിർത്തുന്നില്ല എന്ന് ചോദിക്കും. വൈകുന്നേരം ചോദിക്കും ഇങ്ങനെ കുടിച്ചാൽ ചത്തുപോകുമെന്ന് പറയും. ഇനി ഉച്ചയ്ക്ക് കാണുമ്പോഴും ചിലപ്പം പറയും കുടി നിർത്തണം. അപ്പൊ ഈ ചൊറിഞ്ഞ വർത്താനം അങ്ങ് നിൽക്കൂലോ. അങ്ങനെ എല്ലാം കൊണ്ടും ഞാനൊരു തീരുമാനമെടുത്തു, 2 വർഷത്തേക്ക് കുടിക്കുന്നില്ല. ഉറച്ച തീരുമാനമാണ്. ഞാനത് എൻ്റെ തലച്ചോറ് കൃത്യമായി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. 2 വർഷം കുടിക്കുന്നില്ല. ആ 2 വർഷത്തിന്റെ കണക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 വർഷം കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പിള്ളേരില്ലാത്ത പ്രശ്നം തീരും. അതുപോലെ വാടകയ്ക്കാ താമസിക്കുന്നത്, വീട് വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. എനിക്ക് കുറച്ച് സ്ഥലം പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അവിടെ ചില കൃഷികളൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു 2 വർഷത്തെ ടാർഗറ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് 7 ദിവസം കുടിക്കാതിരുന്നു. ധ്യാന കേന്ദ്രത്തിൽ വെച്ച് 7 ദിവസം കുടിക്കാതിരുന്നു. 14-ാമത്തെ ദിവസം ഞാൻ ചെറിയൊരു ജംഗ്ഷനിൽ ഒരു പള്ളിക്കൂടം, ഒരു റേഷൻ കട, ഒരു കുമ്മിട്ടിക്കടയൊക്കെ മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ ഒരു 5:30 ആയപ്പോൾ, ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ മുമ്പിൽ കൂടി വന്ന് ചാരായക്കടയിലേക്ക് പോവാണ്. ഒരു 200 മീറ്റർ ദൂരമുള്ളൂ ചാരായക്കടയിലേക്ക്. ആ പുള്ളി പോയ പോക്കിന് എൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു ചോദ്യം ചോദിച്ചു, മാഷ് അങ്ങോട്ട് ഇല്ലല്ലോ എന്ന്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 14 ദിവസം കുടിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞു മാഷ് കുടി നിർത്തിയെന്ന്. കാരണം സ്ഥിരം ഷാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണുന്ന ആൾക്കാർക്കറിയാമല്ലോ, പോക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കുടി നിർത്തിയെന്ന്. അപ്പൊ ഈ കുടി നിർത്തിയ മാഷിനെയും വിളിച്ചുകൊണ്ട് ചാരായക്കടയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ അയാളെ ചീത്ത പറയും. അതുകൊണ്ട് തന്നെയാണ് ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചത് മാഷ് അങ്ങോട്ട് ഇല്ലല്ലോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യത്തിനകത്തൊരു അർത്ഥമുണ്ട്, കാരണം നിങ്ങൾ വരണ്ടാന്ന്.
അപ്പോഴും എൻ്റെ തലച്ചോറിൽ ഞാൻ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബോധ്യമുണ്ട്, ഒരു വിവരമുണ്ട്, 2 വർഷത്തേക്ക് ഞാൻ കുടിക്കുന്നില്ല. അതേ തലച്ചോറിൽ നിന്ന് തന്നെയാണ് സിഗ്നൽ വന്നത്. ഞാൻ കെട്ടിവെച്ചിരുന്ന കൈ അഴിച്ചു, കൊട്ടി. ഞാനും വരുന്നു. ഞാൻ പുറകെ പോയി, ചാരായക്കടയിൽ പോയി, ചാരായം കുടിച്ചു, തിരികെ പോന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് കുടിക്കാതെ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും കടന്നു പോകാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു. നേരം വെളുക്കാൻ ബുദ്ധിമുട്ട്, നേരം വെളുത്താൽ സന്ധ്യയാകാൻ ബുദ്ധിമുട്ട്. കുടിച്ചിട്ട് പൂസാകുന്നുമില്ല. എത്ര കുടിച്ചാലും കല്ലിന് കാറ്റ് കുടിച്ചതുപോലെ വല്ലാതൊരു മാനസിക അവസ്ഥയിലാണ് ഞാൻ അന്ന്. അതുകൊണ്ട് കുടി അന്ന് നിർത്തേണ്ടത് എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷേ മദ്യഷാപ്പിലേക്കുള്ള ആ യാത്ര തടയാൻ എനിക്ക് സാധിച്ചില്ല. ഇതാണ് ആൽക്കഹോൾസ് അനോണിമസിന്റെ ആദ്യത്തെ പടി. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനനെന്ന് ഞാൻ സമ്മതിച്ചു. എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. എനിക്കത് അപ്പോഴല്ല മനസ്സിലായത്. ഏതാനും നാളുകൾക്ക് ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അന്നേരം എനിക്ക് പടിയൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചാരായക്കടയിലോട്ട് പോകില്ലോ. ഇത് രോഗമാണെന്നും മദ്യം നിയന്ത്രിക്കാൻ പറ്റൂല, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കിയത് ആൽക്കഹോൾസ് അനോണിമസിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ കേട്ട്, ആൽക്കഹോൾസ് അനോണിമസിൽ സാഹിത്യങ്ങൾ വായിച്ച്, ഒത്തിരി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് അവരുടെ അനുഭവങ്ങൾ കേട്ട് ഞാൻ എൻ്റെ ബോധ്യത്തിലേക്ക് വന്നത് മദ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ്. ഓക്കെ, വലിച്ചാൽ